ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ പുതപ്പൊക്കെ മടക്കി വെച്ചു. അതിന് ശേഷം വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ നമുക്കിന്ന് ക്രിസ്മസ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോർണിംഗ് ആണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഒരു മോർണിംഗ് റുട്ടീന്. അപ്പോൾ അങ്ങനെ ഇതാ നല്ലപോലെ ബ്രഷ് ചെയ്തു, ഫേസൊക്കെ വാഷ് ചെയ്യാണ്. ഇനി ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും കൂടെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്പ് പോയ പോലെയല്ല, ഇപ്പം പഴയതുപോലെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഫേസൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് പോവാം. ഞാനാണെങ്കിൽ ഉറങ്ങി എണീക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട നേരമൊക്കെ പരവരാന്ന് വെളുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മേലെ ഇപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡ് വാട്ടിയതും അതുപോലെ തന്നെ ചായയാണ്. അതുപോലെ തന്നെ എൻ്റെ ഡയറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഇതാ ചായ കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതൊക്കെ കഴിച്ച്. അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. ഞാൻ കോളേജിൽ പോകുന്ന ടൈം സാധാരണ ഇങ്ങനെയാണ്. ഇതുപോലത്തെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ മോർണിംഗ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അത് കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡയറിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രഷ് ആവാൻ പോകണം, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ റെഡ് കളർ ഔട്ട്ഫിറ്റ് ആയിട്ടിടുന്നത്, എൻ്റെ ഗൗൺ തന്നെയാണ് ഇടുന്നത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രഷായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടോണറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഈ ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സിറാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊരു പിൽഗ്രിമിൻ്റെ സിറമാണ്. അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അണ്ടർ ഐ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണിൻ്റെ അടിയിൽ ഇപ്പം നല്ല ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ട്രിപ്പിനുണ്ട് 2 മോയ്സ്ചറൈസറും കാണാനില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ ഞാൻ വെനിൻസോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം അടിപൊളി മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ആയി കൊടുത്തു. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറി കേട്ടോ. DLC 004 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്യൂട്ടാവുന്ന പുതിയൊരു ഷെയ്ഡും കൂടി ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെനിക്ക് അടിപൊളിയായിട്ടാട്ടോ ഈ ഒരു ഷെയ്ഡ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഇതാ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ട ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. എനിക്കിനി കുറച്ച് ഐറ്റംസ് ഒന്ന് എടുത്തു വെക്കാനുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. ഞാനിപ്പോൾ വൈറ്റും ബ്ലൂവും വരുന്ന ഒരു ലോങ് ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ടോപ്പിന് അതിന് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷാളും വെച്ചിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഡാൻസിനിടുന്ന കോസ്റ്റ്യൂം. അപ്പോൾ അത് ചെറുങ്ങനെ മടക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബാഗിൽ തന്നെ കൊള്ളിക്കണം നല്ല രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷൂവും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വെക്കുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷൂ കയ്യിൽ പിടിക്കാൻ തന്നെ വിചാരിച്ച്. പിന്നെ എയർപോഡ്, ചാർജർ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷൂവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാഗ് കണ്ടില്ലേ, ഭയങ്കര ഇങ്ങനെ പൊന്തി വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് കയ്യിൽ തന്നെ പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.